മയിലുകളെ കുയിലുകളെ ആർത്തു പാടുവിൻ, രാജാതി രാജാവായി പിറന്നതല്ലേ. മയിലുകളെ കുയിലുകളെ ആർത്തു പാടുവിൻ, രാജാതി രാജാവായി പിറന്നതല്ലേ. എന്റെ പൊന്നല്ലേ, എന്റെ മുത്തല്ലേ, എന്റെ കണ്ണോരും കൺമണിയല്ലേ. എന്റെ പൊന്നല്ലേ, എന്റെ മുത്തല്ലേ, എന്റെ കണ്ണോരും കൺമണിയല്ലേ. മയിലുകളെ മയിലുകളെ കുയിലുകളെ ആർത്തു പാടുവിൻ, രാജാതി രാജാവായി പിറന്നതല്ലേ. മയിലുകളെ കുയിലുകളെ ആർത്തു പാടുവിൻ, രാജാതി രാജാവായി പിറന്നതല്ലേ. ഹലോ മോനെ, പരിപാടി തകർത്തൂടാ. ചാച്ചന്മാരും പിള്ളേരും കലക്കി. പിന്നെ അല്ല. ചാച്ച ഫുഡ് കഴിച്ചോ? ഓ, കഴിച്ചൂടാ. ആട്ടെ, അടുത്ത വാർഷികത്തിന് എന്താ പരിപാടി? 75ാമത് വാർഷികമല്ലേ വരുന്നത്. ഒരു പരിപാടി മനസ്സിലുണ്ട്. നമ്മുടെ കുടുംബയോഗത്തിൻ്റെയും അതുപോലെ മൊത്തം കുടുംബത്തിൻ്റെയും ചരിത്രമൊക്കെ ഒന്ന് ഡോക്യുമെൻ്ററി ആക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. ആ, അത് കൊള്ളാം. അങ്ങനെ ഒന്ന് ആവശ്യമാണ്. അതെ അതെ അതെ. പക്ഷെ അതിന് വേണ്ട ഈ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് അറിയത്തില്ല. എനിക്ക് കുറച്ചറിയാടാ. പിന്നെ നമ്മുടെ വാലുമൻ ചരിത്ര പുസ്തകത്തിൽ കുറേ ഉണ്ടല്ലോ. എന്നാ അറിയാവുന്നത് ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാവോ? പിന്നെ എന്താടാ, നീ ഇരിക്കെ. 1951 രൂപം കൊണ്ട ഒരു കുടുംബയോഗത്തിൻ്റെ കഥ മാത്രമല്ല മക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ വേരുകളുടെ കഥയാണ്. നമ്മളെ നമ്മളാക്കിയ മനുഷ്യരുടെ കഥ. കാലം മാറിയാലും തലമുറകൾ മാറിയാലും സ്നേഹവും വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ. നമ്മുടെ വാലുമ്മൻ കുടുംബത്തിൻ്റെ കഥ. 18ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ, ഉദ്ദേശം 8 തലമുറകൾക്ക് മുമ്പ്, നെച്ചൂർ സെൻറ് തോമസ് പള്ളി സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ പാലാങ്കണ്ണയിൽ തറവാട്ടിലെ ഔസേപ്പ് വാലുമൻ പുരയിടത്തിൽ വന്ന് താമസിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ നിർദ്ദേശത്താൽ അബ്രഹാം ഊർ ദേശത്തുനിന്ന് യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ സഭയായ ഇസ്രായേൽ രൂപം കൊണ്ടതുപോലെ ആ വരവായിരുന്നു ഇന്ന് ഇത്രയും വലിയ കുടുംബമായി മാറിയത്. വാലുമൻ കുടുംബത്തിൻ്റെ തുടക്കം ഔസേപ്പിൻ്റെ മൂത്ത മകനായ ഔസേപ്പിൻ്റെ മക്കളാണ് ചേനക്കോട്ട്, ആപ്പിളിൽ, ഇളയടത്തുകുഴി ശാഖകൾ. ഇളയ മകൻ പൈലിയുടെ മക്കളാണ് പൊയ്യാരത്ത്, ആപ്പിളിൽ നടിയിലെ വീട്ടിൽ, പനിച്ചിക്കുഴി, വാലുമൻ ശാഖകൾ. ഈ കുടുംബങ്ങളെല്ലാം ഒരേ നാട്ടിൽ അടുത്തടുത്തായി താമസിച്ചു പോരുന്നു. ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ സന്തോഷമായും ഒരാളുടെ ദുഃഖം മറ്റൊരാളുടെ വേദനയായും കണ്ട് ജീവിച്ചു പോകുന്നു. അന്നൊക്കെ മക്കളെ ബന്ധങ്ങൾക്കായിരുന്നു വില. വീടുകൾ തമ്മിൽ മതിലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഹൃദയങ്ങൾ തമ്മിൽ അകലങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1951 നമ്മുടെ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഒരു കുടുംബ സംഘടന രൂപീകരിക്കണമെന്ന ആശയം ഉദിക്കുന്നത്. കുടുംബത്തിലെ വൈദികനായ നാമെല്ലാം സ്നേഹപൂർവ്വം വല്യച്ഛനെന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യൂസ് കത്തനാർ ചേനക്കോട്ടും മറ്റു ചില കുടുംബാംഗങ്ങളും ചേർന്നാണ് ആ വലിയ ചിന്തയ്ക്ക് രൂപം നൽകിയത്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് വാലുമൻ കുടുംബയോഗത്തിന് രൂപം നൽകി. ആദ്യകാല നേതൃത്വത്തിൻ്റെ ആത്മാർത്ഥതയാണ് ഈ യോഗത്തിൻ്റെ ചാലശക്തി. സ്ഥിരം പ്രസിഡന്റായി നമ്മുടെ വല്യച്ഛനും സെക്രട്ടറിയായി ആപ്പിളിൽ കിഴക്കേ വീട്ടിൽ AU ഔസേപ്പ് വല്യപ്പനെയും ഖജാൻജിയായി ചേനക്കോട്ട് ഇട്ടൻ ഔസേപ്പ് വല്യപ്പനെയും തിരഞ്ഞെടുത്തു. പിന്നീട് CO ജേക്കബ് സാർ ചേനക്കോട്ടും AV അബ്രഹാം ചേട്ടൻ ആപ്പിളിൽ എന്നിവർ സെക്രട്ടറിമാരായും ഔസേപ്പ് ഉലകനൻ വല്യപ്പൻ ആപ്പിളിലും ഇട്ടു കുര്യാക്കോ ഇളയടത്തുകുഴി എന്നിവർ ഖജാൻജിമാരായും പ്രവർത്തിച്ചു. അന്നത്തെ കുടുംബയോഗങ്ങൾ ഇന്നത്തെപ്പോലെ ഒരു ഔപചാരിക ചടങ്ങ് മാത്രമായിരുന്നില്ല മക്കളെ. അതൊരു സ്നേഹ കൂട്ടായ്മയായിരുന്നു. എല്ലാ മാസവും ഓരോ കുടുംബങ്ങളിൽ വച്ചായിരുന്നു യോഗങ്ങൾ നടന്നിരുന്നത്. കുട്ടികൾ കളിച്ചും മുതിർന്നവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ മണവും വീടുകൾ നിറഞ്ഞ ചിരികളും ഇന്ന് ഓർമ്മകളിൽ ജീവിക്കുന്നു. ആ കാലങ്ങളിൽ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട പാത്രങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു.
അതിനാൽ കുടുംബയോഗത്തിൻ്റെ വക വാർപ്പ്, ചെമ്പ്, ഗ്ലാസ്, പുൽപ്പായ്, പെട്രോമാക്സ് എന്നിവയും ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അത് ചെറിയ കാര്യമെന്ന് തോന്നാം. പക്ഷേ അന്നത്തെ കാലത്ത് അത് കുടുംബങ്ങൾ തമ്മിലുള്ള കരുതലിൻ്റെ വലിയ അടയാളമായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കുടുംബയോഗം സജീവമായിരുന്നു. സഹായം ആവശ്യമുള്ളവരുടെ കൂടെ നിൽക്കാൻ എല്ലാവരും ഒരുമിച്ചു. നീറാമുകൾ പള്ളിപ്പെരുന്നാൾ വരെ യോഗം ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയും വിശ്വാസവും ഐക്യവും പരസ്പര സ്നേഹവുമാണ് ഈ കുടുംബത്തിൻ്റെ ശക്തി. 1988 വരെ വളരെ കൃത്യമായി യോഗങ്ങൾ നടന്നു വന്നു. എന്നാൽ പ്രസിഡന്റിൻ്റെ നിര്യാണത്തെ തുടർന്ന് യോഗം അല്പം മന്ദഗതിയിലായി. കാലം മാറി, മനുഷ്യർ തിരക്കുകളിലേക്ക് മാറി. എന്നാലും കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കണമെന്ന ആഗ്രഹം അണഞ്ഞില്ല. അങ്ങനെ 1995 ഡിസംബർ 3 കൂടിയ യോഗത്തിൽ കുടുംബയോഗത്തെ വീണ്ടും പുനർസംഘടിപ്പിക്കണമെന്ന തീരുമാനമെടുത്തു. സ്ഥിരം പ്രസിഡന്റായി ചേനക്കൊട്ട് വന്യ അബ്രഹാം മാത്യൂസ് കോർ എപ്പിസ്കോപ്പ അച്ഛനും വൈസ് പ്രസിഡന്റായി AV ജോസഫ് സാർ ആപ്പിളിലും CO എബ്രഹാം ചേനക്കൊട്ട് സെക്രട്ടറിയായും ഐ പത്രോസ് ഒയ്യാരത്ത് ഖജാൻജിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് CP ജോസഫ് ചേനക്കൊട്ടും AV എബ്രഹാം ആപ്പിളിലും OJ എബ്രഹാം ഒയ്യാരത്തും ജെയിംസ് ജോസഫ് ഇളയെടുത്തുകുഴിയും OP ജോയി ഒയ്യാരത്ത് എന്നിവർ സെക്രട്ടറിമാരായും പ്രവർത്തിച്ചു. AV എബ്രഹാം ആപ്പിളിൽ AV എബ്രഹാം ഇളയെടുത്തുകുഴി, CA സണ്ണി ചേനക്കൊട്ട്, AJ സജി ആപ്പിളിൽ, CA തമ്പി എന്നിവർ ഖജാൻജിമാരായും സേവനം ചെയ്തു. 2000 ഫെബ്രുവരി 27 സുൽത്താൻ ബത്തേരിയിൽ നടുവിലെ വീട്ടിൽ ഏലിയാസിൻ്റെ ഭവനത്തിൽ ചേർന്ന യോഗത്തിൽ CO ജേക്കബ് സാർ കുടുംബചരിത്രം അവതരിപ്പിച്ചു. പിന്നീട് 2004 അത് വിശദമായി തയ്യാറാക്കി അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. മക്കളെ, ഒരു കുടുംബത്തിൻ്റെ ചരിത്രം എഴുതി വയ്ക്കുന്നത് പേരുകൾ സൂക്ഷിക്കുന്നതിനു വേണ്ടിയല്ല, വേരുകൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. പൂർവ്വകാലങ്ങളിലെ പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കുടുംബയോഗം സജീവമായി തുടർന്നു. ഗുജറാത്തിലെ ലത്തൂർ ദുരന്തത്തിൻ്റെ പുനർനിർമ്മാണത്തിനും കുടുംബയോഗത്തിൽ നിന്ന് സഹായം നൽകിയിട്ടുണ്ട്. എല്ലാ വർഷവും സമീപത്തുള്ള അനാഥാലയങ്ങൾ സന്ദർശിച്ച് സഹായങ്ങളും നൽകി വരുന്നു. വിനോദയാത്രകളും നടത്തി സന്തോഷങ്ങൾ പങ്കുവച്ച് ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കി. തിരുവാണിയൂരിൽ നടന്ന അഖില കേരള വോളിബോൾ മത്സരത്തിൽ വാലുമൻ കുടുംബയോഗം ഒരു ടീമിനെ സ്പോൺസർ ചെയ്യുകയും ആ ടീം വിജയിക്കുകയും ചെയ്തു. അതൊക്കെ ഒരു വിജയകിരീടം മാത്രമായിരുന്നില്ല, ഒരുമയുടെ വിജയമായിരുന്നു. അങ്ങനെ കാലം വീണ്ടും മുന്നോട്ട് നീങ്ങി, തലമുറകൾ മാറി, കുട്ടികൾ വളർന്നു, പുതിയ വീടുകളുണ്ടായി, പുതിയ ജീവിതങ്ങൾ ആരംഭിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയില്ല, ഈ കുടുംബത്തിൻ്റെ ഹൃദയമിടിപ്പ്. ഇന്ന് 75ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ പാരമ്പര്യത്തിന് പുതിയ നേതൃത്വം നൽകുകയാണ്. പ്രിൻസി മാത്യു ചേനക്കൊട്ട് പ്രസിഡൻ്റായും OJ എബ്രഹാം ഒയ്യാരത്ത്, അതായത് ഞാൻ, വൈസ് പ്രസിഡൻ്റായും വിജു ജോസഫ് ആപ്പിളിൽ സെക്രട്ടറിയായും ഏവത്തമ്പി ആപ്പിളിൽ ഖജാൻജിയായും നേതൃത്വം നൽകുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഈ യാത്രയുടെ ഭാഗമായിരുന്ന പല മുഖങ്ങളും നമ്മളോടൊപ്പമില്ല. നമ്മളെ ചേർത്ത് പിടിച്ചവർ, നമ്മളെ അനുഗ്രഹിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ ഇന്ന് ഓർമ്മകളായി മാറിയിരിക്കുന്നു. എന്നാലും മക്കളെ, മനുഷ്യർ പോകും, പക്ഷേ അവർ നൽകിയ സ്നേഹം, അവർ കാത്തുസൂക്ഷിച്ച ബന്ധങ്ങൾ, അവർ പടുത്തുയർത്തിയ കുടുംബം, അത് തലമുറകളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ഈ 75ാം വാർഷികത്തിൽ നമ്മുടെ പൂർവികരെ നന്ദിയോടെ ഓർക്കാം, നമ്മെ വിട്ടുപോയവരെ സ്നേഹത്തോടെ സ്മരിക്കാം.
ഇനി വരുന്ന തലമുറകൾക്കായി ഈ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കാം. കാരണം ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ വീടുകളോ സ്വത്തുക്കളോ അല്ല, അവരുടെ ഒരുമയാണ്. 75 വർഷങ്ങളുടെ സ്നേഹയാത്ര ഇനിയും തലമുറകളിലൂടെ തുടരട്ടെ. നമ്മുടെ വാലുമൻ കുടുംബം ഇനിയും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും ഒരുമയോടെ മുന്നോട്ട് പോകട്ടെ.